ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്. ദുആവും ഒരു പരീക്ഷണവും തമ്മിൽ മൂന്ന് അവസ്ഥയാണ് ഉണ്ടാവുക. ഒരു പരീക്ഷണം നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ബാധിച്ചിട്ടുണ്ട് വിചാരിക്കാം, എന്നാൽ ഇപ്പുറത്ത് ദുആ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നിൽക്കുക? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയെ ചിന്തിക്കുമ്പോഴാണ് ഈ കിതാബ് ഏറ്റവും ഉപകാരപ്പെടുക. ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട് ഇനിയൊരു രക്ഷയില്ല, ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു, ഇനി എന്താ ഒരു മാർഗം എന്നുള്ള നിലക്കാ ചോദിക്കുന്നത്. അപ്പൊ അയാളോട് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പറയാണ് ഈ ദുആവും ബലാവും തമ്മിൽ മൂന്ന് അവസ്ഥയാണ് ഉണ്ടാവുക. അഹദുഹാ അയ്യകൂന അഖ്വാ മിനൽ ബലാഇ ഫയദ്ഫഉഹു. അവന് ബാധിച്ച പരീക്ഷണത്തിനേക്കാൾ ശക്തമായി അവൻ ദുആ ചെയ്യുന്നു, അങ്ങനെ ആ പരീക്ഷണത്തിനെ അത് എതിർക്കുന്നു. ആ ദുആ കാരണത്താൽ അവന് ബാധിച്ച ബലാഇനെ അത് നീക്കാൻ അവന്റെ ദുആ ശക്തമാകുന്നു, അങ്ങനെ ആ ബലാ ഒഴിവാകുന്നു. അസ്സാനി അയകൂന അദ്അഫ മിനൽ ബലാ ഫയഖ്വാ അലൈഹിൽ ബലാ. രണ്ടാമത്തേത് അവന്റെ ദുആ ബലാഇനേക്കാളും ശക്തി കുറഞ്ഞതായിരിക്കും, ദുർബലമായിരിക്കും. ബലാആയിരിക്കും കൂടുതൽ ശക്തിയാവുക. ഫയുസാബു ബിഹിൽ അബ്ദ്. അബ ബലാ അവനെ ബാധിക്കും. വലാകിൻ ഖദ് യുഖഫിഫുഹു. പക്ഷെ അതെന്തായിരിക്കും? കുറച്ച് കുറക്കാൻ സാധിക്കും ദുആ ചെയ്തുകൊണ്ട്. വഇൻ കാന ദഈഫൻ. അവൻ എത്രയാണോ ദുആയിൽ ദുർബലത, അതിനനുസരിച്ച് കുറവായ രീതിയിൽ അതിനെതിരായി നിൽക്കും. അസ്സാലിസ് മൂന്നാമത്തേത് അയ്യതഖാവമ വയംനഅ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബ. അവർ തമ്മിൽ പരസ്പരം ഒരുപോലെ നിൽക്കുകയും ബലാ വരുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുമാകും. ഈ മൂന്ന് അവസ്ഥയാണ് ദുആവും ബലാവും തമ്മിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ കുറച്ച് വിശദീകരണമായി ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ദുആ ബലാ ബാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം ദുആ ആണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുആ ചെയ്യുക. എന്താവട്ടെ, എന്ത് ബലാ ആവട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ ബലായിനേക്കാൾ ശക്തമായാൽ ആ ബലാ നീക്കം ചെയ്യും. കുറവാണെങ്കിൽ അത് കുറച്ചു കിട്ടും. ഒരുപോലെയാണെങ്കിൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും.